നമ്മുടെ ബുഹ്താനി തരീഖത്തുകാർ ഒരു പേരോട് സുന്നിയല്ലാത്ത. അപ്പോ മുജാഹിദ് പറയും ആ പേരോട് ഇപ്പൊ ഞങ്ങളെ കൂടെയാണ്. ഇത് രണ്ടും ഒത്തുകളിയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന കറാമത്തുകൾ അതിനെ ആരും നിഷേധിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസവും ഔലിയാക്കളെ പറ്റി പറയാൻ അങ്ങനെയും ആരും വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മടവൂർ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീം നമ്മൾക്ക് വളരെ ആദരിക്കുന്ന ഒരു വലിയ മഹാനാണ്. പക്ഷെ ആ മഹാന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചിലർ പറഞ്ഞുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ബുഹ്താനി തരീഖത്തുകാർ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഓ, മടവൂർ പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടി. പിന്നെ അവൻ തന്നെ പാടി മാലിക്കുൽ മുലൂക്കാണ്. പിന്നെ അവൻ തന്നെ പാടി അർശിന്റെ അധിപനാണ്. ഞാൻ അതിന് ശക്തിയുക്തം എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു. കാരണം ഞാൻ ഏകദേശം 40 കൊല്ലത്തിന്റെ മേലെയായി പ്രസംഗിക്കാൻ തുടങ്ങി. ഔലിയാക്കളെ കറാമത്തും തവസ്സുലും ഇസ്തിഗാസയും മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ഈ 40 കൊല്ലത്തോളമായി കേരളത്തിലും കർണാടകയിലും എത്രയോ രാത്രിയും പകലും പ്രസംഗിച്ചു ചേർന്നവരാണ് ഞാൻ. അതിലൂടെ സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ സുന്നികളെ മുഴുവനും കൊണ്ടുപോയി കാഫറാക്കി കളയാമെന്നോ അല്ലെങ്കിൽ വിദേഹത്തുകാരാക്കി കളയാമെന്നോ വിചാരിച്ച് ഏതെങ്കിലും ബുഹ്താനി തരീഖത്തുകാർ വന്നാൽ അവരെ വെറുതെ ഇരുത്തുന്നൊന്നും ആരും വിചാരിക്കണ്ട. അവരെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഓ സഹോദരന്മാരെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ ഞാൻ പറഞ്ഞ വകയിൽ എന്റെ പേരിൽ ഒരു പാട്ടുണ്ടാക്കി, എന്നെ കൊണ്ട് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടാക്കി, ശുദ്ധ കള്ളം പറഞ്ഞിട്ടൊരു പാട്ട്. അതുകൊണ്ടാണ് ഞാൻ ബുഹ്താനി തരീഖത്ത് എന്ന് പറഞ്ഞത്. കളവ് മാത്രം പറയുന്ന ടീം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ സുന്നി അല്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ. ഷാഫിഈ ഇമാം ചെയ്ത തെറ്റെന്താണ്? സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ആ വകയിൽ സുന്നി അല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതിന് രണ്ട് കക്ഷികൾ ഒരുപോലെ തുല്യമായി പങ്കാളികളായി. ഒന്ന് റാഫിദത്തും ഒന്ന് നാസിബത്തുമാണ്. നാസിബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും വെറുക്കുന്നവരാണ്. ആ നാസിബത്ത് തസ്ലാൻ നാറൻ ഹാമിയ, അവർക്ക് നരകത്തിൽ കടക്കേണ്ടി വരും. ആ നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അവർ എന്ത് ചെയ്തു? അലി ഇബ്നു അബീ ത്വാലിബിനെ കുറ്റം പറഞ്ഞു, അഹ്ലു ബൈത്തിനെ നിസ്സാരപ്പെടുത്തി. അവർ പള്ളിയിലെ മിമ്പറിൽ വെച്ച് പോലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന നടത്തി. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ ഇനി മേലിൽ മിണ്ടിപ്പോകാൻ പാടില്ല, അലി റളിയല്ലാഹു അൻഹു അതിനെ മിമ്പറിൽ വെച്ച് മിണ്ടിപ്പോകാൻ പാടില്ല. അതിനു പകരം അതേ ഇന്നല്ലാഹ യൗമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇൽ ഖുർബ എന്ന ആയത്ത് ഓതണമെന്ന് ഓർഡർ നൽകിയത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഇന്നും അത് പള്ളി മിമ്പറുകളിൽ തുടരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ അലി ഇബ്നു അബീ ത്വാലിബിനെ വെറുക്കുന്ന അഹ്ലു ബൈത്തിനെ വെറുക്കുന്ന നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അവർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റാഫിദത്താണ് എന്ന് പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ അല്ലാതെ ബഹുമാനിക്കും, ആദരിക്കും. അങ്ങനെ യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർദുൻ മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു തുടങ്ങിയ പദ്യങ്ങൾ ചൊല്ലി ഖുർആൻ നിങ്ങളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അലുൻ നബി ദരിഅതി വഹും ഇലൈഹി വസീലതി, എനിക്ക് ആഖിറത്തിൽ എന്റെ മരത്തെ കയ്യിൽ കിതാബ് കിട്ടാനുള്ള മാർഗം, എനിക്കുള്ള ഇടയാളന്മാർ അഹ്ലു ബൈത്താണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പാടുന്നു. ആ നിലക്ക് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചപ്പോൾ അഹ്ലു ബൈത്തിന്റെ വിരോധികളായ നാസിബത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുന്നിയല്ല റാഫിദത്താണെന്ന് പറഞ്ഞു. അവരുടെ ലക്ഷ്യം എന്താണ്? ഷാഫിഈ ഇമാം റാഫിദത്തായത് കൊണ്ടാണ് അതേ ഇങ്ങനെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് പാടുന്നതും പറയുന്നതും. ഷാഫിഈ ഇമാമിന്റെ വാക്ക് സ്വീകരിക്കണ്ട എന്ന് വരുത്തി തീർത്ത് അവരെ നാസിബത്തിന്റെ തെറ്റായ ബിദ്അത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനാണ് സുന്നിയല്ല എന്ന പ്രചരണം നാസിബത്ത് നടത്തിയത്. എന്നാൽ റാഫിദത്തും പറഞ്ഞു ഇമാം ഷാഫിഈ ഞങ്ങൾ ആളാണ്, റാഫിദത്താണ് എന്ന് പറഞ്ഞു. അവരാശയം എന്താണ്? ഏതുപോലെ എന്നറിയോ? ഇപ്പുണ്ട് എന്തേ നമ്മുടെ ബുഹ്താനി തരീഖത്തുകാർ ഒരു പേരോട് സുന്നിയല്ലാത്ത. അപ്പോ മുജാഹിദ് പറയും ആ പേരോട് ഇപ്പൊ ഞങ്ങളെ കൂടെയാണ്. ഇത് രണ്ടും ഒത്തുകളിയാണ്. എന്താണ് ഒത്തുകളിയുടെ കാരണം? നാസിബത്തിന് വേണ്ടത് ഷാഫിഈ ഇമാം റാഫിദത്താണെന്ന് പറഞ്ഞിട്ട് അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറയുന്നത് ഇല്ലാതെയാക്കണം. അതേസമയം റാഫിദത്തിന് ഞങ്ങൾ ആശയമാണ് ശരി എന്ന് വരിച്ചിട്ട് ഷാഫിഈ ഇമാം ഞങ്ങളെ കൂടെയാണെന്ന് രണ്ടാളതിൽ കിട്ടുമോ നോക്കണം. അതിനുവേണ്ടി ഇതുപോലെ മുജാഹിദിന് എന്താ വേണ്ടത്? പേരോടിപ്പം ഞങ്ങളെ കൂടെ കൂടി എന്ന് പറഞ്ഞാൽ ആ എന്നാ പിന്നെ നമ്മളും അതിൽ കൂടിയാലോ എന്ന് രണ്ടാൾ വിചാരിച്ചാലൊന്നും അങ്ങനത്തെ വിചാരമൊന്നും നടക്കൂല. അതേ സമയത്ത് ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അത് റാഫിദത്തിനെയും ഇവിടെ തല ഉയർത്തിയിടാൻ വിടൂല, അതേപോലെ തന്നെ നാസിബത്തിനെയും വിടൂല. ഷാഫിഈ ഇമാം തങ്ങൾ ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ചുകൊണ്ടങ്ങ് പാടി ഇൻകാന റഫളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി ثقلاني അന്നി റാഫിദി.
നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് റാഫിദത്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ ജിന്നുകളും മനുഷ്യന്മാരും ഒക്കെ എന്നെ റാഫിദിൽ നിന്ന് വിളിച്ചോളൂ, എനിക്കതിനൊരു പ്രശ്നവും ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹക്ക് തുറന്നു പറയും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു പ്രഖ്യാപിച്ചു. ആ ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുഹ്താനി ത്വരീഖത്തുകാരെ കൂടിയാൽ ഈമാനില്ലാതെ മനുഷ്യൻ മരിച്ചു പോകാൻ കാരണമാകും. അതേപോലെ തന്നെ അപ്പുറത്ത് സലഫിന്റെ കൂടെ കൂടിയാൽ, ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരാണെന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ, അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ, സുബ്ഹാനല്ലാഹ്, നബി തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ ഈമാനില്ലാതെ മരിച്ചു പോകും. ഈ ജനങ്ങൾ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഖിദ്മത്ത്, അതിനുവേണ്ടിയാണ് നമ്മുടെ സംഭാവന, അതിനുവേണ്ടിയാണ് നമ്മുടെ ദാറുൽ ഇർശാദ്, അതിനുവേണ്ടിയാണ് നമ്മുടെ മഅദിന്, മർക്കസ്, സഅദിയ, മഖർ, സിറാജുൽ ഹുദ, നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള നമ്മുടെ മുഹിമ്മാത്ത്, അങ്ങനെ തുടങ്ങി കേരളത്തിലും പുറത്തുമുള്ള ആയിരക്കണക്കിന് എത്രയോ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരുമുണ്ട്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവിടെ നമ്മൾക്ക് അതും പറ്റും ഇതും പറ്റും എന്ന് പറയുന്ന ആശയം നമുക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ, കുരുടന്റെ പടി പോലെ എന്ന് പറയും. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ പടി ചിലപ്പോ കൊണ്ടുപോയിട്ട് മൂത്രത്തിലും കൂത്തും, അധികം കൊണ്ടു പള്ളിയിലും കൂത്തിന്ന് വരും. അങ്ങനെയുള്ള ഏർപ്പാടൊന്നും നമുക്കില്ല. നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു തന്നെ എന്ത് ചെയ്തു, ഒരു പുതിയാപ്പിളയാക്കിയിട്ട് ഒരു മുജാഹിദിനെടുത്തു. പുതിയാപ്പിള വരുമ്പോ കൈകെട്ടൽ നെഞ്ഞത്ത് ഇങ്ങനെ മേലോട്ട് കയറ്റിയിട്ട്, അലാസദിൽ ഈ അർത്ഥം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അലാക്ക് അടുക്കൽ എന്നാണ് അർത്ഥം. അപ്പൊ എന്തായി, നെഞ്ഞത്ത് കൈവച്ചു. അപ്പൊ ആ പുതിയാപ്പിളിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നെഞ്ഞത്ത് കൈവച്ചു. കുറച്ചു കഴിഞ്ഞ് മറ്റൊരു പുതിയാപ്പിള സുന്നിയാണ്, അയാൾ വരുമ്പോ താഴെ കൈവെക്കും. ഒരു ദിവസം രണ്ടാളും ഒന്നിച്ചിങ് വന്നു. അപ്പൊ അല്ലാഹു അക്ബർ, ഒന്ന് താഴെ ഒന്ന് ചോടെ. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിക്കുണ്ട്, അപ്പുറത്തെ പരിപാടിക്കുണ്ട്. ഇങ്ങനത്തെ ഈ ഇരട്ടത്താപ്പ് നയൊന്നും സുന്നത്ത് ജമാഅത്ത് പറ്റൂല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ സയ്യിദുനാ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞതുപോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സവായിഖുൽ മുഹരിഖയിൽ എടുത്തു ധരിച്ചതുപോലെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞതുപോലെ, അതെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ, ഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് സുന്നത്ത് ജമാഅത്തിനെതിരായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അവർക്ക് പ്രചോദനം നൽകാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇവിടെയാണ് താജുൽ ഉലമയുടെ ബഹുമാനം, ഇവിടെയാണ് സുൽത്താനുൽ ഉലമയുടെ സ്ഥാനം, അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശരിയായ അകക്കാമ്പ് നിലനിൽക്കുന്നത് അവിടെയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മാണി ഉസ്താദിനെ പോലെ നിഷ്കളങ്കരായ പണ്ഡിതന്മാർ ഇവിടെ നേരത്തെ വഫാത്തായി പോയ നമ്മുടെ ബേക്കലം ഉസ്താദ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മഞ്ഞനാടി ഉസ്താദ് ഉണ്ടായിരുന്നു, അതേപോലെ താജുശ്ശേരിയ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ നേതൃത്വം നൽകിയ മഹാന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാണി ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നല്ല ഹിമ്മത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആ മഹാന്മാരൊക്കെ എന്തുകൊണ്ടാണ് താജുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, സുൽത്താനുൽ ഉലമയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അതിന്റെ കാരണം സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കാതെ, പരസ്പരം അല്ലാത്തതും ഇതും കൂട്ടിച്ചേർക്കാതെ സുന്നത്ത് ജമാഅത്ത് മാത്രം നിഷ്കളങ്കമായി അതിവിടെ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതിന്റെ മേന്മക്ക് വേണ്ടിയാണ്, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കേരള യാത്രയും ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് വരുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിമഹത്തായ സമ്മേളനവും ഒക്കെ അതിന്റെ ഭാഗമാണ്. അതിന് മുന്നോടിയായി നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്.
ആ പദ്ധതികൾക്ക് വേണ്ടി സദഖ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കർണാടകയിൽ ഒരുപാട് കോടികൾ നിങ്ങൾ എല്ലാവരും തരണം. ഞങ്ങൾ സമീപിക്കുന്ന സമയത്ത് ഇപ്പൊ സമീപിക്കൂല, ഇപ്പം ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, അത് ഇവിടെ കൊടുത്താൽ മതി. അതിനു വേണ്ടി വരുമ്പോ അങ്ങനെയാണല്ലോ മഹാനായ താജുൽ ഉലമയുടെ നേർ പിൻഗാമിയായി വന്ന മഹാന നൂറുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ശേഷം റയീസുൽ ഉലമയാണ്. റയീസുൽ ഉലമ ആദ്യം തന്നെ പറഞ്ഞു 1 ലക്ഷം ഞാൻ തരും നമ്മുടെ ഫണ്ടിലേക്ക്, സദഖ ഫണ്ടിലേക്ക്. അപ്പൊ തന്നെ കാന്തപുര ഉസ്താദും പറഞ്ഞു, അതങ്ങനെ ബദർ ഉസ്താദാത്ത് തങ്ങൾ പറഞ്ഞു, ഇവിടെ കാസർഗോഡ് വന്നപ്പോ കുമ്പോൽ തങ്ങൾ അതേപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം 1 ലക്ഷം, ഞാനൊക്കെ ബാങ്കിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞു 1 ലക്ഷം. അപ്പൊ പിന്നെ മുതലാളിമാർ എത്ര കൊടുക്കണം? അങ്ങനെ ഓരോരുത്തരും നല്ല സംഖ്യ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദഖ ഫണ്ട് നമുക്ക് വിജയിപ്പിക്കണം. അതിനും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തി